എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മപ്പാസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് അപ്പം, ഇടിയപ്പം, പുട്ട്, ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീഫ് മപ്പാസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ബീഫ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് 1/2 ടേബിൾ സ്പൂൺ വീതം വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതുമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്കൊരു 4 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. 2 പൊട്ടറ്റോയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നാരങ്ങ നീരാണ് ഇപ്പോൾ ചേർക്കുന്നത്. 1/4 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 7 വിസിൽ വരുന്നത് വരെയാണ് ഞാനിത് വേവിച്ചെടുത്തത്. പ്രഷറൊക്കെ നന്നായിട്ട് പോയ ശേഷമാണ് ഞാനിപ്പോൾ കുക്കർ തുറന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിനനുസരിച്ച് പാകത്തിന് വേവിച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബീഫ് മപ്പാസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 1 തണ്ട് കറിവേപ്പിലയാണ് ചേർത്തത്. കറിവേപ്പില ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരു വലിയ സവാളയാണ് ഞാനിപ്പോൾ ചേർത്തത്. സവാളയൊന്ന് സ്ലൈസ് ചെയ്ത ശേഷം ഒന്നുകൂടി കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പാകത്തിന് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ചേർത്തത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ വീതം ഗരം മസാലയും പെരുംജീരകം പൊടിച്ചതുമാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം 2 ചെറിയ തക്കാളിയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ പൊടികളെല്ലാം നന്നായിട്ട് തക്കാളിയുമായിട്ടൊന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് അല്പം വെള്ളം ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തക്കാളി വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് മപ്പാസിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ പ്രഷർ കുക്കർ തുറക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചിട്ടാണ് ബീഫ് വേവിച്ചെടുത്തത്. അപ്പോൾ അതിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം ബീഫും ഈ മസാല എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് രണ്ടാം പാലാണ് ഞാൻ ചേർക്കുന്നത്. ഈ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഈ ഒഴിച്ച രണ്ടാം പാല് നന്നായിട്ടൊന്ന് കുറുകി വരണം. അതുവരേക്ക് നമുക്കിത് മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ചു വയ്ക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീഫ് മപ്പാസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് 3/4 കപ്പ് ഒന്നാം പാലാണ് ചേർക്കാനുള്ളത്. ഈ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല. തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബീഫ് മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടുക് താളിച്ച് ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ഉണക്കമുളകും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് മപ്പാസിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള ബീഫ് മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇന്നത്തെ ഈ നാടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്